ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 എക്കണോമിക്സിലെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ കുറെ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് എന്തിലുണ്ട്, എക്സ്ട്രാ ഇതിൽ പഠിക്കാനുണ്ട് അല്ലെ. എക്സ്ട്രാ നമുക്ക് എന്തിൽ പഠിക്കാനുണ്ട്, ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ ലാഗ് ആക്കുന്നില്ല, ഒരുപാട് ഡ്യൂറേഷൻ ആക്കണില്ല. നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണേ. ഓക്കെ, ഓൾറെഡി നമ്മൾ പല പ്രാവശ്യമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് എസ് എ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണില്ല, വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണില്ല. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം അതിന്റെ എന്തൊക്കെ എഴുതണം, എങ്ങനെയൊക്കെയാണ് അതിന്റെ പോയിന്റ്സ് എന്നുള്ള കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിന് വേണ്ടി നമുക്ക് എത്ര പോർഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, +1 എക്കണോമിക്സിന് നമ്മൾ 2 പാർട്സ് ഉണ്ട് അല്ലെ. ഇന്ത്യൻ എക്കോണമി ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാറ്റി ഉണ്ട്. ഇതിൽ ഇന്ത്യൻ എക്കോണമിയിലെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് നമുക്ക് 7 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് പഠിക്കാനുള്ളത് അല്ലെ. ഒന്നാമത്തെ ഇതില് 3ാമത്തെ ചാപ്റ്റർ വരെ LPG വരെ നമ്മൾ എന്ത് ചെയ്തതാണ്, ഓൺ എക്സാമിന് വേണ്ടി പഠിച്ചതാണ് അല്ലെ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്തിനുള്ളത്, ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, തുടക്കത്തിലേ തന്നെ പഠിച്ചതാണ്. സ്റ്റാഗ്നേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇനി ഇന്ത്യൻ എക്കോണമി 1950 to 1990 നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ, അതേപോലെയുള്ള ഒരുപാട് ലാൻഡ് റിഫോംസ്, അതേപോലെ IPR, അങ്ങനെയുള്ള കുറെ ടോപ്പിക്കുകൾ ഇവിടെ പഠിച്ചു. സബ്സിഡീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതൊക്കെ ഇന്ത്യൻ എക്കോണമിയിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. 3ാമതാണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. പേര് പോലെ തന്നെ ഈ 3 കാര്യങ്ങളെ പറ്റി, ന്യൂ എക്കണോമിക് പോളിസിനെ പറ്റി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. 4th വൺ ആണ് പോവേർട്ടി അല്ലെ. പോവേർട്ടിയുടെ കോസസ് പഠിച്ചു, പോവേർട്ടി എന്താണ് പഠിച്ചു അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പോവേർട്ടി അലിവിയേഷൻ എന്താണ് നമ്മൾ പഠിച്ചു, പ്രോഗ്രാംസ് നമ്മൾ പഠിച്ചു. അതേപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ആ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. ഓക്കെ, അതും നമ്മൾ പഠിച്ചതാണ്. റൂറൽ ഡെവലപ്മെന്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എംപ്ലോയ്മെന്റും അതേപോലെ തന്നെ. അങ്ങനെ 7 ചാപ്റ്റർ ആണ് ഇന്ത്യൻ എക്കോണമി. ഇനി സ്റ്റാറ്റിയിൽ നിന്ന് നമുക്ക് 5 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത് അല്ലെ. ഒന്നാമത്തെ ആണ് ഇൻട്രൊഡക്ഷൻ, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ വരെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ എക്സാമിന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ നമുക്ക് എന്ത് മതി, ഈ 2 ചാപ്റ്റർ കൂടി പഠിച്ചാൽ മതി. പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ഡയഗ്രാംസിന്റെ ചാപ്റ്റർ, അതേപോലെ തന്നെ മീൻ മീഡിയൻ മോഡിന്റെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വൺ വേർഡ്, ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ലാഗ് ആക്കുന്നില്ല, ഡയറക്ട്ലി എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു, കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പോണത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോണേ. ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആ പഠിക്കാൻ പോണത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ സക്സസർ ഓർഗനൈസേഷൻ ഓഫ് ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. ഓക്കെ, അല്ലെങ്കിൽ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗാട്ടിന്റെ, അതായത് ഗാട്ടിനാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുള്ളത്, ഗാട്ടിന്റെ സക്സസർ ഓർഗനൈസേഷൻ ആരാന്നാ ചോദിക്കുന്നത്. അതായത് ഇവിടെ വേൾഡ് ബാങ്ക്, WTO, RBI, UN, അങ്ങനെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗാട്ടിന് ശേഷം വന്നിട്ടുള്ളതാണ് WTO അല്ലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അഥവാ WTO ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഗാട്ടിന് ശേഷം വന്നിട്ടുള്ളത് ആരാ, വേൾഡ് ബാങ്ക് ആണോ? അല്ല, WTO ആണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ ആർക്ക് ശേഷം വന്നിട്ടുള്ളത്, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് അഥവാ ഗാട്ടിന് ശേഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ WTO ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനർ ഈസ് നോൺ ആസ്. അതായത് പ്രീ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, മുമ്പേ ടെസ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യനറിനെ നമ്മൾ മുമ്പേ ടെസ്റ്റ് ചെയ്യണേന് എന്താ പറയാറുള്ളത്, സർവേ എന്നാണോ? അല്ല. സെൻസസ് ആണോ? അല്ല. പൈലറ്റ് സർവേ ആണ് നമ്മുടെ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനർ എന്ന് പറഞ്ഞാൽ എന്താ, പൈലറ്റ് സർവേ ആണ്. അങ്ങനെ 2 മാർക്ക് നമുക്ക് കിട്ടി, 2 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ആണ് ദ പ്രിൻസിപ്പൽ കോമ്പണന്റ് ഓഫ് എ ടേബിൾ. ടേബിളിന്റെ കോമ്പണന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ടേബിൾ നമ്പർ, ടൈറ്റിൽ, ക്യാപ്ഷൻസ്, കോളം, റോ, അതേപോലെ കോളം നമ്പർ, റോ ഹെഡിങ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്കിയേ 4 ഓപ്ഷൻസ് ആ തന്നിട്ടുള്ളത് അല്ലെ. ഇതിൽ 3 എണ്ണാണ് കറക്റ്റ് എന്ത് കോമ്പണൻസ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് വൺ എന്താ, ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ,
പ്രിൻസിപ്പൽ കോമ്പണന്റ്. അതായത് ടേബിൾ നമ്പർ, ടൈറ്റിൽ, ക്യാപ്ഷൻ, ഇത് മൂന്നും എന്താ ഒരു ടേബിളിന്റെ കോമ്പണന്റ് ആണ്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓൾ ഓഫ് ദീസ് ആണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന മൂന്ന് എന്താണ് ഓപ്ഷൻസും നമ്മുടെ ടേബിളിന്റെ പ്രിൻസിപ്പൽ കോമ്പണന്റ്സ് ആണ്. അതുകൊണ്ട് ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ്. ടേബിൾ നമ്പർ, ടൈറ്റിൽ, ക്യാപ്ഷൻ ഒക്കെ എന്താ ഒരു ടേബിളിന്റെ എന്താ കോമ്പണന്റ്സ് ആണ്. നെക്സ്റ്റ് ആണ് ഐഡന്റിഫൈ which of the following is a source of non-institutional. ശ്രദ്ധിക്കണം, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റൂറൽ ഏരിയ. ഓക്കെ, റൂറൽ ഏരിയയിലെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് നബാർഡ് പഠിച്ചിട്ടുണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, അങ്ങനെ ഒരുപാട് ബാങ്കുകളെ പറ്റി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതില് നോൺ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ, അതായത് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്തത് ഏതാ? നബാർഡ് എന്ന് പറയുന്നത് എന്താ? ഒരു അപെക്സ് അതോറിറ്റി ഓഫ് റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം ആണ് അല്ലെ. റൂറൽ ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ആണ് ആര്? നബാർഡ് അല്ലെ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതേപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്ക് എന്തിനു വേണ്ടിയിട്ടാ? റൂറൽ ഏരിയയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നെക്സ്റ്റ് മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? പൈസ കടം കൊടുക്കുന്ന ആൾക്കാർ അല്ലെ. ഇവരൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല, ഇൻഡിവിജ്വൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മണി ലെൻഡേഴ്സ് ആണ്. ഓക്കെ, സി ആണ്, ഓപ്ഷൻ സി, മണി ലെൻഡേഴ്സ് ആണ് നമ്മുടെ ആൻസർ. അപ്പൊ വീണ്ടും നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാൻ സജസ്റ്റഡ് എ പോവർട്ടി ലൈൻ ഓഫ് ₹75 per capita every year. അതായത് ഇതിൽ ഏത് പ്ലാൻ ആണ് നമുക്ക് 75 per capita ഇയർ ഇന്റെ പോവർട്ടി ലൈനെ പറ്റി സജസ്റ്റ് ചെയ്തതാണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബോംബെ പ്ലാൻ ആണ്. ഓർത്ത് വെക്കുക, ബോംബെ പ്ലാൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? 75 per capita എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഓർക്കുക ബോംബെ പ്ലാൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒബ്സർവ്ഡ് ഡാറ്റ ഇൻ വാല്യൂ ഇൻ എ സീരീസ്. ഓക്കെ, മോസ്റ്റ് ഒബ്സർവ്ഡ് വാല്യൂ ഏതാ? മീൻ ആണോ? അല്ല. മീഡിയൻ ആണോ? അല്ല. ഏതാണ് ആൻസർ? മോഡാണ് നമ്മുടെ ആൻസർ അല്ലെ. നമ്മൾ മൂന്ന് രീതിയിൽ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസിൽ എന്ത് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്? മോഡ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒബ്സർവ്ഡ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ഡാറ്റയാണ് ഇവിടെ മോഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് വൺ ഈസ് ദ ഫീച്ചർ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്? നമ്മൾ ചെറുകിട വ്യവസായങ്ങൾ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതിലേതാണ് അതിന്റെ ഫീച്ചർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തത് ലേബർ ഇന്റൻസീവ്, കുറെ ലേബർ, അതായത് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നു. ക്യാപിറ്റൽ ഇന്റൻസീവ്, ഭയങ്കരമായിട്ട് ക്യാപിറ്റൽ വേണം, തുടങ്ങാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ വേണം. അതേപോലെ തന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, തുടങ്ങാൻ വേണ്ടി വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം. അതേപോലെ ഹ്യൂജ് മെഷീനറി വേണം. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? ഈ മൂന്ന് ഓപ്ഷനും നമുക്ക് എന്തിനു ആവശ്യമുണ്ട്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് ഇതൊന്നും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആവശ്യമില്ല. അപ്പൊ ഏതായിരിക്കും ആൻസർ? ലേബർ ഇന്റൻസീവ് ആണ്. ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? തൊഴിലവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ്. ഈ പറയുന്നതിൽ എന്തിന്റെ പ്രൊഡക്ഷനെയാണ് നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നതാണ് ചോദ്യം. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മിൽക്ക് ആണ് ആൻസർ. മിൽക്ക് പ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു. നെക്സ്റ്റ്, സർവേക്ഷണ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ്. സർവേക്ഷണ എന്ന് പറയുന്നത് ഈ പറയുന്ന ഏത് ഓർഗനൈസേഷന്റെ എന്താണ് പ്രസിദ്ധീകരണമാണ് അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതൊക്കെ എന്താ? സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ ഉള്ള എന്താണ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. ഏത്? CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള എല്ലാം. ഇതില് NSSOന്റെ പബ്ലിക്കേഷൻ ആണ് എന്ത്? സർവേക്ഷണ എന്ന് പറയുന്നത്. മലയാളത്തിലും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അനദർ നെയിം ഓഫ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ വേറെ പേര് എന്താണെന്നാ ചോദിച്ചേക്കുന്നത് അല്ലെ. വേൾഡ് ബാങ്കിനെ പറ്റി നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിഫോംസിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. IMF, IBRD, നബാർഡ്, റിസർവ് ബാങ്ക്. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. ഇതിൽ ഏതായിരിക്കും ആൻസർ? IMF എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. IBRD എന്ന് പറയുന്നത് എന്താ? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ എന്താണ്, പിന്നെ നബാർഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിസർവ് ബാങ്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഇപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ബാങ്കിന്റെ വേറൊരു പേര് എന്ന് പറയുന്നത് എന്താണ്? IBRD ആണ്. ഓക്കെ, IBRD ആണ് എന്ത്? നമ്മുടെ വേൾഡ് ബാങ്കിന്റെ പേര് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന IBRD ആണ് വേൾഡ് ബാങ്കിന്റെ വേറൊരു പേര്.
ഇനി നെക്സ്റ്റ് ആണ് ഫിക്സിംഗ് ഓഫ് മാക്സിമം സൈസ് ഓഫ് ലാൻഡ് ഓർ വൺ ക്യാൻ ഹോൾഡ്. ഒരാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലാൻഡിന്റെ എന്താണ് പേരെന്താന്നാണ്, അതിനെ ഫിക്സ് ചെയ്യണതിന് എന്ത് പേരാ പറയാന്നാണ്. ലാൻഡ് റിഫോംസ് ആണോ? അല്ല. ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂപരിഷ്കാരങ്ങള്. അതായത് നമ്മൾ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഇല്ലാതാക്കി, അതേപോലെ തന്നെ എന്താണ് ഇന്റർമീഡിയേഷൻ ഇല്ലാതാക്കി, അതൊക്കെയാണ് ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. ലാൻഡ് സീലിംഗ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അതായത് എന്താണ് ലാൻഡ് സീലിംഗ്? ഒരാളുടെ കയ്യില് ഇത്ര കൈവശം ഇത്ര എന്താണ് അളവ് മാത്രം ഭൂമി കൈവശം വെക്കാൻ പാടുള്ളൂ. അതാണ് എന്ത്? ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ കൺസെപ്റ്റ് ഓഫ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഓർക്കുമ്പോൾ തന്നെ നോക്കുക എന്താണ്? ദാദാബായ് നവറോജി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ദാദാബായ് നവറോജി ആണ് ആൻസർ. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ചോദിക്കുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻ. നോക്കുക. വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ഏതാണ് ഓർഗനൈസേഷൻ ആണ് ചോദിച്ചേക്കണേ. NCERT ഏതാ? നമ്മുടെ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. എഡ്യൂക്കേഷൻ ആണ് NCERT. SCERT എന്താ? എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇത് AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഇനി ICMR എന്താ? ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ആണ്. ഇവിടെ ഹെൽത്തിനെ പറ്റി അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ICMR ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ICMR ആണ് നമ്മുടെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എപ്പോഴും ചോദിച്ചു കാണാറുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തത്. ഇനി essay ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒന്നാമത്തെ essay ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റാറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ഒജീവ് ആൻഡ് ഫൈൻഡ് മീഡിയൻ അല്ലെ. ഒജീവ് വരച്ചിട്ട് മീഡിയൻ കണ്ടുപിടിക്കാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒജീവ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താ? ലെസ് ദാൻ ഒജീവ് കാണണം അല്ലെ. ലെസ് ദാൻ ഒജീവ് കാണണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് കാണണം? മോർ ദാൻ ഒജീവും കാണണം അല്ലെ. ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും നമ്മൾ കാണണം. ലെസ് ദാൻ കാണണം, അതേപോലെ തന്നെ മോർ ദാൻ ഒജീവ് കാണണം. ലെസ് ദാൻ ഒജീവ് കാണണം, മോർ ദാൻ ഒജീവ് കാണണം. ഇവിടെ ക്വസ്റ്റ്യൻ വെച്ച് കുറച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ളത്. 0 to 10, 10 to 20, 20 to 30 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രീക്വൻസിന്റെ എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നതാണ് ലെസ് ദാൻ ഒജീവ് എന്ന് പറയുന്നത്. ഇനി മോർ ദാൻ എന്ന് പറയുമ്പോൾ എന്താ? ആ ലെസ് ദാന്റെ ലാസ്റ്റ് കിട്ടുന്ന CF ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഫ്രീക്വൻസീസ് പിന്നെയും കുറച്ച് വരിക. അതിനാണ് നമ്മൾ മോർ ദാൻ CF എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇപ്പൊ നമ്മൾ ലെസ് ദാൻ ആണ് എഴുതണമെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ CF ആണ് നമ്മൾ കാണാൻ പോണത്. അപ്പൊ എന്ത് ചെയ്യണം? 7 + 5 എത്രയാണ്? 12 ആണ്. 12 എഴുതുക. ഇനി 12ന്റെ കൂടെ 5 കൂട്ടുക. 12ന്റെ കൂടെ 5 കൂട്ടുമ്പോ എത്ര കിട്ടും? 70. ഇനി 70ന്റെ കൂടെ എത്ര കൂട്ടുക? 20 കൂട്ടുക. അപ്പൊ എത്ര വരും? 37. അങ്ങനെ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് നമുക്കൊരു വാല്യൂ കിട്ടും. ആഡ് ചെയ്ത് പോകുമ്പോ എന്ത് കിട്ടും? ലാസ്റ്റ് നമുക്കൊരു വാല്യൂ കിട്ടും. ആ കിട്ടുന്ന വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഫ്രീക്വൻസീസ് കുറയ്ക്കണം. ഇപ്പൊ ഞാൻ അസ്യൂം ചെയ്യാണ് ഇതിന്റെയൊക്കെ ലാസ്റ്റ് നമുക്കൊരു 50 ആണ് കിട്ടിയേക്കുന്നത്. ഇതിന്റെയൊക്കെ ലാസ്റ്റ് നമുക്ക് കിട്ടിയേക്കുന്നത്, ഈ ലെസ് ദാൻ കണ്ടുപിടിച്ച് ലാസ്റ്റ് കിട്ടിയ CF എന്ന് പറയുന്നത് 50 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ലാസ്റ്റ് 50 കിട്ടിയത്. ആ 50ൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മള് 7 മൈനസ് ചെയ്യുക. അതേപോലെ തന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യുക? 5 മൈനസ് ചെയ്യുക, 20 മൈനസ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന വാല്യൂസ് ആണ് എന്ത്? നമ്മുടെ മോർ ദാൻ ഒജീവ് എന്ന് പറയുന്നത്. ഓക്കെ, മോർ ദാൻ CF എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. CF വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് വരയ്ക്കണം? ലെസ് ദാനും മോർ ദാനും വരയ്ക്കണം. ഓക്കെ, ലെസ് ദാൻ CFും വേണം, മോർ ദാൻ CFും വേണം. ലെസ് ദാൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസീസ് ആഡ് ചെയ്ത് അതിന്റെ ലാസ്റ്റ് കാണുക, CF കാണുക. എന്നിട്ട് അതിന്റെ ടോട്ടൽ ആണ് നമ്മൾ ആദ്യം എവിടെ എഴുതേണ്ടത്? മോർ ദാനിൽ എഴുതേണ്ടത്. എന്നിട്ട് മോർ ദാനിൽ നിന്ന് എന്ത് ചെയ്യുക? ആ നമ്പറിൽ നിന്ന് ഓരോ ഫ്രീക്വൻസീസ് കുറച്ച് വരിക. അങ്ങനെയാണ് നമ്മൾ മോർ ദാനും ലെസ് ദാനും കാണുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് ആക്സസ് വരയ്ക്കുക. X ആക്സും Y ആക്സും വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാനൊക്കെ അറിയാം അല്ലെ. കുറെ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. രണ്ട് രീതിയിൽ നിന്നും എന്ത് വരും? ഇങ്ങനെ ഒജീവ് വരും, രണ്ട് സൈഡിൽ നിന്നും വരും അല്ലെ. ആ ഒജീവിനെ താഴത്തോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഡ്രോ ഒജീവ് ആൻഡ് ഫൈൻഡ് മീഡിയൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, essay ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള essay ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഒജീവ് വരയ്ക്കാനായിട്ട്. ഓക്കെ, essay ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. essay ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്കിലും എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. എവിടെ നിന്ന്? ഒജീവിൽ നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മീൻ മീഡിയൻ മോഡ് കാണാനായിട്ട്. കൂടുതൽ
മക്കളെ കണ്ടിന്യൂസ് സീരീസ് ആണ് നമുക്ക് കൂടുതൽ മാർക്കിന് ചോദിക്കാറുള്ളത്. അതായത് 5 മാർക്കിന് ചോദിച്ചാലും എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് കണ്ടിന്യൂസ് സീരീസ് കാണാനാണ്. ഓക്കെ, കണ്ടിന്യൂസ് സീരീസിൽ എന്ത് കാണാനാണ്? മീൻ മീഡിയൻ മോഡ് കാണാനാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഏതാണ് കണ്ടിന്യൂസ് സീരീസിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞേ. കണ്ടിന്യൂസ് സീരീസിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ നമ്മള് ഈ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. ക്ലാസ്സുകളായിട്ട് തന്നു കഴിഞ്ഞാൽ അത് എന്താ? കണ്ടിന്യൂസ് സീരീസ് ആണ്. ക്ലാസ്സുകളായിട്ട് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മള് കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസിൽ മീൻ കാണണം നമുക്ക്. ഓക്കെ, മീൻ കാണണമെങ്കിൽ ഏതാ ഇക്വേഷൻ? സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് അല്ലെ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്, ഡെയിലി വേജസ് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മിഡ് വാല്യൂനെയാണ്, ഈ ക്ലാസിന്റെ മിഡ് വാല്യൂനെയാണ് നമ്മള് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്താ? മിഡ് വാല്യൂ ആണ്. ഇതിന്റെ ഒക്കെ മിഡ് വാല്യൂ ആണ്. ഇവിടെ എങ്ങനെ മിഡ് വാല്യൂ കിട്ടും? മിഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 + 10 ഡിവൈഡ് ബൈ 2, അതായത് എന്താണ്? നടുക്കത്തെ സംഖ്യയാണ് 5 ആണ് കിട്ടുക. നമുക്ക് ഇങ്ങനത്തെ ക്ലാസ് ഒന്നും അറിയാലോ. 15 അതേപോലെ നമുക്ക് 5 കിട്ടും, 15 കിട്ടും. അതേപോലെ തന്നെ 20, 30 എന്ന് പറയുന്ന ക്ലാസിന്റെ മിഡ് വാല്യൂ എത്രയാ? 25 ആണ്, 35. അങ്ങനെ നമുക്ക് കുറെ മിഡ് വാല്യൂസ് കിട്ടും. ഓക്കെ, ആ മിഡ് വാല്യൂനെ ഫ്രീക്വൻസി ആയിട്ട് ഇൻഡു ചെയ്യാം. ഓക്കെ, ഈ 14 × 5, 20 × 15, 34 × 25 ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കുറെ വാല്യൂസ് കിട്ടും. ഓക്കെ, അതായത് എന്ത് ചെയ്യും? നമ്മള് എഫ് എക്സ് കാണും. ഓക്കെ, എഫ് ഇൻറ്റു എക്സ്, ഫ്രീക്വൻസി ഇൻറ്റു നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള മിഡ് വാല്യൂ കാണും. എന്താ ചെയ്യാ? ഫ്രീക്വൻസി ഇൻറ്റു നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മിഡ് വാല്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറെ നമ്പേഴ്സ് കിട്ടും. അതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മിഡ് വാല്യൂന്റെയും ഫ്രീക്വൻസിന്റെയും ഇൻഡു ചെയ്തിട്ടുള്ള ടോട്ടലിനെയാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി എന്താ സിഗ്മ എഫ് എന്ന് പറഞ്ഞാല്? സിഗ്മ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഈ ഫ്രീക്വൻസീസ് വെറുതെ കൂട്ടി വെക്കുക. തന്നിട്ടുള്ള ഫ്രീക്വൻസീസ് കൂട്ടി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? സിഗ്മ എഫ് കിട്ടും. 2 വാല്യൂസും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കണ്ടിന്യൂസ് സീരീസിലെ മീൻ കാണാനായിട്ട് കിട്ടും. ഓക്കെ, മീൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ കാണാൻ പോകുന്നത്? മീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ കാണുക? മീഡിയൻ ആണല്ലേ. മീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മള് മീഡിയൻ ആണ് കാണുന്നത്. എന്താ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ? കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് സീരീസില് മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L + n/2 - CF ഡിവൈഡഡ് ബൈ F × C. ഇത്രയാണ് നമ്മുടെ മീഡിയൻ കാണാനുള്ള, എന്ത് കാണാനാണ്? മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? L + n/2 ഈ L എഴുതുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എല്ലാവർക്കും എഴുതുമ്പോ മിസ്റ്റേക്ക് വരും അല്ലെ. L എന്ന് പറയുന്നത് എന്താ? ഇതിനെല്ലാം കൂടി കൂട്ടിയിട്ടാണ്. ഓക്കെ, ഒറ്റയ്ക്കായിട്ട് ഇവിടെ മുകളിൽ മാത്രമുള്ളതല്ല. L എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചെയ്തിട്ടാണ് ലാസ്റ്റ് എല്ലുമായിട്ട് എന്ത് ചെയ്യേണ്ടത്? നമ്മള് പ്ലസ് ചെയ്യേണ്ടത്. ഈ L എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്. നമ്മുടെ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? n/2 ചെയ്യണം. ഓക്കെ, n/2 ആദ്യം ചെയ്യുക. n/2 എന്ന് പറയുന്നത് എന്താ? നമ്മള് എല്ലാ ഫ്രീക്വൻസിയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n/2 കിട്ടി. ഓക്കെ, ഈ n/2 കണ്ടുപിടിച്ചിട്ട് അത് ഏത് ക്ലാസ്സിലാണ് വരിക നോക്കുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറയണതാണ്. n/2 കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് ഏത് ക്ലാസ്സിലാണ് പെടാന്നുള്ളത് ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് വിചാരിക്കുക. ഈ മീഡിയൻ ക്ലാസ്സില് ഈ ഡെയിലി വേജസ് അഥവാ നമ്മുടെ ക്ലാസ് കൊടുത്തിട്ടില്ലേ, അതിന്റെ ലോവർ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്? L എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ഓക്കെ, 20 to 30 എന്ന് പറയുന്ന ക്ലാസ്സിൽ 20 ആണ് എന്ത്? നമ്മുടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലോവർ ലിമിറ്റ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? 20 എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി n/2 നമ്മളോട് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അസ്യൂം ചെയ്യാണ് അതൊരു 50 ആണെന്ന് വിചാരിക്കുക. കറക്റ്റ് ആൻസർ അല്ല, എന്താണ്? 50 ആണെന്ന് നമ്മൾ വിചാരിക്കുക.
മൈനസ് സി എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? സി എഫ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, മീഡിയൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? സി എഫ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. മക്കൾ ഈ സി എഫിന്റെ ടോട്ടൽ ആണ് n എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ബൈ 2 ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ സി എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മീഡിയൻ ക്ലാസ് ഉണ്ടാവുമല്ലോ. ഇതിപ്പോ ഇവിടെ സി എഫ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുമ്പത്തെ വാല്യൂ ആയിരിക്കും എന്ത്? നമ്മുടെ സി എഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുമ്പത്തെ സി എഫ് ആണ് നമ്മൾ ഇവിടെ വാല്യൂ എടുക്കുന്നത്. ആ സി എഫ് ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറയുന്നത് എന്താ? ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി നമ്മൾ മുമ്പത്തേന് ശേഷം ഒന്നും നോക്കാൻ പോകണ്ട. നമ്മുടെ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണോ അതാണ് നമ്മളിവിടെ എഫ് എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഇനി ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ലിമിറ്റ് ആണ്. സി എന്താ? ക്ലാസ് ലിമിറ്റ് ആണ്. അതായത് അപ്പർ ക്ലാസ് മൈനസ് ലോവർ ക്ലാസ്. അതായത് 20 മൈനസ് 10 എത്രയാ? 10 ആണ്. 30 മൈനസ് 20 10 ആണ്. നമ്മുടെ ക്ലാസ് ലിമിറ്റ് എത്രയാണ്? 10 ആണ്. ഇങ്ങനെ ചെയ്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക, അതെന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, പ്ലസ് ചെയ്യുക. ആ ഒരു ഓർഡറിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആയിട്ട് നമുക്ക് മീഡിയൻ എന്ന് പറയുന്ന ആൻസർ കിട്ടും. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? മീൻ കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ മീഡിയനും കണ്ടുപിടിച്ചു. ലാസ്റ്റ് വൺ എന്താ? ഏറ്റവും ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, 2-3 പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കിൽ നമുക്ക് മാർക്ക് പോവാൻ ചാൻസ് ഉണ്ട്. അഥവാ നിങ്ങൾക്ക് കാൽക്കുലേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ എങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിന്റെ എങ്കിലും മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല അല്ലെ. നമ്മൾ ഓൾറെഡി കുറെ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് അത് ചെയ്യാൻ അറിയാം. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എന്താ? മോഡാണ് അല്ലെ. ലാസ്റ്റ് വൺ നമ്മള് മോഡ് കണ്ടുപിടിക്കാൻ പോവാണ്. മോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എൽ പ്ലസ് d1 ഡിവൈഡഡ് ബൈ d1 പ്ലസ് d2 ഇൻറ്റു സി. d2 നമുക്ക് ഇത്തിരി മിസ്റ്റേക്ക് വന്നു. ഓക്കെ, d1 പ്ലസ് d2 ഇൻറ്റു സി. ഓക്കെ, ഈ d1ഉം d2ഉം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? എൽ ലോവർ ലിമിറ്റ് ആണെന്ന് അറിയാം. നമ്മൾ ആദ്യം മോഡൽ ക്ലാസ് കണ്ടുപിടിക്കുക. ഓക്കെ, മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ആണ്. ഓക്കെ, മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ക്ലാസ്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാ? 34 ആണ്. ഇതാണ് നമ്മുടെ മോഡൽ ക്ലാസ്. അങ്ങനെ മോഡൽ ക്ലാസ് എടുക്കുക. ഓക്കെ, ഇനി മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 20 ആണ്. നമ്മുടെ എൽ എന്ന് പറയുന്നത് 20 ആണ്. എന്ത്? എൽ എന്ന് പറയുന്നത്. d1 എന്ന് പറയുന്നത് 34-ൽ നിന്ന് 20 മൈനസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ക്ലാസിന്റെ ഫ്രീക്വൻസിയിൽ നിന്ന്, നമ്മുടെ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയിൽ നിന്ന് തൊട്ട് മുമ്പത്തെ ഫ്രീക്വൻസി മൈനസ് ചെയ്യുക. അതായത് ഇവിടെ 34 മൈനസ് 20 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 34 മൈനസ് 20 ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. 34 മൈനസ് 20 പ്ലസ് എന്തുകൂടി ചെയ്യണം? d2 കാണണം അല്ലെ. d2 കാണാനായിട്ട് 34 മൈനസ് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി. അപ്പൊ എന്ത് വരും? 34 മൈനസ് എന്ത് വരും? 26 വരും. ഓക്കെ, 34 മൈനസ് 26 ആണ് നമ്മുടെ d2ന്റെ വാല്യൂ കിട്ടുക. ഇൻറ്റു സി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലാസ് ഇന്റർവെൽ ആണ്. ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോഡ് കണ്ടുപിടിക്കാനുള്ള ആൻസർ കിട്ടും. ഓക്കെ, മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എൽ പ്ലസ് d1 ഡിവൈഡ് ബൈ d1 പ്ലസ് d2 ഇൻറ്റു സി. d1 കാണാൻ സിമ്പിൾ ആണ്. ആദ്യം മോഡൽ ക്ലാസ് കണ്ടുപിടിക്കുക. മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിൽ ഏറ്റവും ലാർജസ്റ്റ് ഫ്രീക്വൻസി ആണ്. ആ ലാർജസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ക്ലാസ്സിനെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. ഇനി അതിന്റെ എന്താണ്? ലോവർ ലിമിറ്റിനെയാണ് നമ്മൾ എൽ എന്ന് പറയുന്നത്. അത് ഇക്വേഷനിലേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഫ്രീക്വൻസി ഉണ്ടല്ലോ, d1ഉം d2ഉം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതിന്റെ തൊട്ട് മുകളിലുള്ളത് എന്ത് ചെയ്യുക? നമ്മുടെ ഫ്രീക്വൻസിയിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് d1 കിട്ടും. ഓക്കെ, 34-ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? d1 കിട്ടും. ഇനി d2 എങ്ങനെയാ കിട്ടുക? നമുക്ക് 34-ൽ നിന്ന് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി മൈനസ് ചെയ്യുക, 26 മൈനസ് ചെയ്യുക, d1ഉം d2ഉം കിട്ടും, പ്ലസ് ചെയ്യുക, ഇൻറ്റു സി ചെയ്യാം. ഓക്കെ, ഇത്രയാണ് മോഡ് കണ്ടുപിടിക്കാനുള്ളത്. മീൻ മീഡിയൻ മോഡ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് പോവർട്ടി അലിവിയേഷൻ ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എസ്ഐ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മക്കളെ ഒരു പാറ്റേണിൽ തന്നെ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ 8 മാർക്ക് അവിടെ ഫുൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ആദ്യം എന്താണ് പോവർട്ടി എന്ന് എഴുതുക അല്ലെ. നമ്മുടെ മിനിമം റിക്വയർമെന്റ്സ് ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ പോവർട്ടി എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ
ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആ ഡെഫിനിഷൻ എഴുതി വെക്കുക. നെക്സ്റ്റ് കോസസ് ഓഫ് പോവേർട്ടി, എങ്ങനെയാണ് നമുക്ക് പോവേർട്ടി ഉണ്ടാവുന്നത്? നമുക്ക് കുറെ ഉണ്ടല്ലേ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ സ്ലോ എക്കണോമിക് ഗ്രോത്ത്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഇല്ല, അൺഎംപ്ലോയ്മെന്റ്, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കുറവ്, അങ്ങനെയൊക്കെയുള്ള കുറെ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ പോയിന്റ്സ് എഴുതി വെക്കുക, കുറച്ചൊന്ന് കുഞ്ഞായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോവർട്ടി എലിവേഷന്റെ പ്രോഗ്രാംസ് എഴുതേണ്ടത്. ഈ പോവർട്ടി എലിവേഷന്റെ പ്രോഗ്രാംസിന് നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്, സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. Self-employment and wage employment programs. Self-employment and wage employment programs. Second one എന്താണ്, food security programs. Food security programs. Last one എന്താണ്, social security programs അല്ലെ, social security പ്രോഗ്രാംസ്. ഈ 3 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മള് പോവർട്ടി എലിവേഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ്, ഫുഡ് സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി. സെൽഫ് എംപ്ലോയ്മെന്റിൽ എന്തൊക്കെ വരും, പ്രധാനമന്ത്രി എന്താണ് നമ്മുടെ കുറെ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ് ഉണ്ട് അല്ലെ, മഹാത്മാഗാന്ധി, അങ്ങനെ കുറെ പേരുകൾ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് എഴുതി വെക്കുക. നെക്സ്റ്റ് ഫുഡ് സെക്യൂരിറ്റിയിൽ എന്തൊക്കെ വരാറുണ്ട്, അന്ത്യോദയ അന്നയോജന, അതേപോലെ തന്നെ എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരാറുണ്ട്, ICDS വരാറുണ്ട്, അതൊക്കെ ഫുഡ് സെക്യൂരിറ്റിയിൽ എഴുതുക. സോഷ്യൽ സെക്യൂരിറ്റിയിൽ NSAP ഒക്കെ വരും അല്ലെ, നാഷണൽ എന്താണ് സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വരും. അതേപോലെ തന്നെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അതേപോലെ ഒരുപാട് പേരുകളുണ്ട് അല്ലെ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക, അതിന്റെ എക്സ്പ്ലനേഷനും പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോവർട്ടി അലിവിയേഷന്റെ പ്രോഗ്രാംസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി 1991. ഓക്കെ, 1991 SC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നോക്കിയ 4 മാർക്ക് വീതം 2 ക്വസ്റ്റ്യനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിഫോംസ് ഏതൊക്കെയാണ്, നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ക്രൈസിസ് എന്താണെന്ന് എഴുതുക അല്ലെ. അതായത് പെട്രോളിയം ക്രൈസിസ് ഉണ്ടായി, അതേപോലെ മോണോപോളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, MRTP ആക്ട്, അതേപോലെ തന്നെ എന്താണ് ഫെറ പോലെയുള്ള ആക്ടുകൾ, ഫോറിൻ എക്സ്ചേഞ്ചിനെ എന്ത് ചെയ്തു, പ്രിവെന്റ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള എന്താണ് ലാർജ് റിസോഴ്സ്ഫുൾ കമ്പനീസിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിൽ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. അത് എഴുതുക. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, 2 മെഷേഴ്സ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമും സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും എടുത്തിട്ടുള്ളത്. ആ മെഷേഴ്സ് എഴുതുക. അങ്ങനെ നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു. നമുക്ക് ആര് ലോൺ തരാന്ന് പറഞ്ഞു, IBRD വേൾഡ് ബാങ്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു, $7 ബില്യൺ ഒക്കെ എന്ത് ലോൺ തരാന്ന് നമുക്ക് പറഞ്ഞു അല്ലെ. ആ ലോൺ തരണമെങ്കിൽ എന്തുണ്ട്, കുറെ കണ്ടീഷൻസ് ഉണ്ട്. 3 കണ്ടീഷൻ ഉണ്ട്. എന്തിന്, എക്കോണമിനെ എന്ത് ചെയ്യുക, ലിബറലൈസ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, വേൾഡ് എക്കണോമിക്ക് വേണ്ടിയിട്ട്, വേൾഡ് ട്രേഡിന് വേണ്ടിയിട്ട് നമ്മുടെ എക്കണോമിനെ തുറന്നു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണ്ടീഷൻസ് അവർ വെച്ചു അല്ലെ. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലോൺ തരാന്ന് പറഞ്ഞു അല്ലെ, ഇന്ത്യനോട് പറഞ്ഞു. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു, സമ്മതിച്ചു കൊടുത്തു, ലിബറലൈസ് ചെയ്യാന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ലിബറലൈസേഷനും അതിന്റെ കുറെ പോളിസി മെഷേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ലിബറലൈസേഷൻ മെഷേഴ്സ് ഇംപ്ലിമെന്റഡ് ആസ് എ പാർട്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഇല്ലാതാക്കിയിട്ട് എക്കണോമിനെ കുറച്ചുകൂടി ലിബറലൈസ് ചെയ്യുക എന്നതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താ, അതിന്റെ പോളിസി ടൂൾസ്, അല്ലെങ്കിൽ പോളിസി ടൂൾസ് അല്ല, എന്താണ് മെഷേഴ്സ്, ലിബറലൈസേഷന്റെ മെഷേഴ്സ്. എത്ര സെക്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മള്, കുറെ സെക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഒന്നാമത്തെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഡി റിസർവേഷൻ, അതേപോലെ തന്നെ എന്താണ് ഡി റിസർവേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഫോർ ദ സ്മോൾ സ്കെയിൽ സെക്ടർ, അങ്ങനെ കുറെ ഡി ലൈസൻസിങ്, അതൊക്കെ ഇൻഡസ്ട്രിയലിലാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്ഡ്, ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക് ലൈക്ക് ICICI, HDFC എക്സെട്ര അലൗഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പോയിന്റ്സ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൽ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ടാക്സ് റിഫോംസിൽ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു, സർവീസ് ടാക്സ് ഇല്ലാണ്ടാക്കി, എന്റർടൈൻമെന്റ് ടാക്സ് ഇല്ലാണ്ടാക്കി, അങ്ങനെയൊക്കെയുള്ള കുറെ പോയിന്റ്സ്. ലാസ്റ്റ് എന്ത് ചെയ്തു, ഇൻട്രൊഡക്ഷൻ ഓഫ് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നമ്മൾ എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി, കോട്ട റിമൂവ്ഡ്, താരിഫ് റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ ഇല്ലാതാക്കി. ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു SC ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ ഡയഗ്രാം ആൻഡ് ഹിസ്റ്റോഗ്രാം. ബാർ ഡയഗ്രാം ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള എന്താണ്
വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബാർ ഡയഗ്രാം ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കുക, വ്യത്യാസം വേഗം വേഗം പറയാണ്. നോക്കുക, ബാർ ഡയഗ്രാം എന്താണ്? യൂസ് ഓഫ് റെക്ടാംഗിൾസ് ആണ്. ഹിസ്റ്റോഗ്രാമും എന്ത് തന്നെയാണ്? റെക്ടാംഗിൾസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബാർ ഡയഗ്രാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ആണ്. ഇതാണ് നമ്മുടെ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് അല്ലെ. സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇനി ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരാറ്? അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും. അവിടെ എന്തില്ല? ഗ്യാപ്പ് ഇല്ല. ഓക്കെ, എന്തുകൾ തമ്മില്? ബാറുകൾ തമ്മില്, റെക്ടാംഗിൾസ് തമ്മില് എന്തില്ല? അകലമില്ലാത്തതാണ് ഹിസ്റ്റോഗ്രാം. ഓക്കെ, ഫസ്റ്റ് യൂസ് ഓഫ് റെക്ടാംഗിൾസ്, രണ്ടും റെക്ടാംഗിൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് ഹൈറ്റ് മാത്രം നോക്കുള്ളൂ. ഓക്കെ, ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഈ റെക്ടാംഗിൾസിന്റെ ഹൈറ്റ് മാത്രം നോക്കുള്ളൂ. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഹൈറ്റ് മാത്രമല്ല, അതിന്റെ വിഡ്ത് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞ പോയിന്റ് ആണ്, വരച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം. സിമ്പിൾ ബാർ ഡയഗ്രാം അല്ലെങ്കിൽ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് എന്തുണ്ട്? സ്മോൾ സ്പേസ് അല്ലെ, സം സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ടു റെക്ടാംഗിൾസ്. രണ്ട് റെക്ടാംഗിൾസ് തമ്മിൽ എന്തുണ്ട്? കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. എവിടെ? ബാർ ഡയഗ്രത്തില്. ഇനി ഹിസ്റ്റോഗ്രാമിലാണെങ്കിലോ നോ സ്പേസ് ലെഫ്റ്റ് അല്ലെ. രണ്ട് ബാറുകൾ തമ്മിൽ, രണ്ട് റെക്ടാംഗിൾസ് തമ്മിൽ ഇവിടെ നമ്മൾ സ്ഥലം വിടുവോ? ഇല്ല, സ്പേസ് വിടാറില്ല. അതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കനോട്ട് ലൊക്കേറ്റ് മോഡ്. ബാർ ഡയഗ്രാം വരച്ച് നമുക്ക് മോഡ് കാണാൻ പറ്റുമോ? ഇല്ല, ബാർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മോഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. മോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എവിടെയാ? ഹിസ്റ്റോഗ്രാമിലാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഏത് വരച്ചിട്ടാണ് നമുക്ക് മോഡ് കണ്ടുപിടിക്കാൻ പറ്റാതെ? മോഡ് ക്യാൻ ബി ലൊക്കേറ്റഡ് ബൈ ഡാഷ്. ഹിസ്റ്റോഗ്രാം വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ലാർജസ്റ്റ് നോക്കട്ടെ, ശ്രദ്ധിച്ചേ. ലാർജസ്റ്റിന്റെ എന്ത് ചെയ്യുക? ഈ മൂലയിൽ നിന്ന് ഈ മൂലയ്ക്ക് വരയ്ക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നമ്മള് മോഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരയ്ക്കണത്? ഹിസ്റ്റോഗ്രാം കൊണ്ട് മോഡ് കണ്ടുപിടിക്കണേ. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കുക, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻക്ലൂസീവ് ക്ലാസ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ്. ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിവൻ ഡാറ്റ ഇൻ എ സച്ച് മാനർ ദാറ്റ് അപ്പർ ലിമിറ്റ് ഓഫ് ദ പ്രീവിയസ് ക്ലാസ് ഇന്റർവെൽ does not repeat in the lower limit of next class interval. അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യില്ല? റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, അതായത് ക്ലാസ് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഇൻക്ലൂസീവ് മെത്തേഡ് മനസ്സിലാവും. 0 to 9, അതേപോലെ തന്നെ പിന്നെ എവിടെ സ്റ്റാർട്ട് ചെയ്യുക? 9 to ആണോ? അല്ല, നെക്സ്റ്റ് നമ്പർ 10 to 19. അതേപോലെ തന്നെ അടുത്തതിൽ എന്ത് വരും? 20 to 29, 30 to 39. അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്? വരിക. ഒരിക്കലും മുമ്പത്തെ ഹയർ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, അതേപോലെ തന്നെ 0 to 9 എന്ന് പറയുന്ന ക്ലാസ്സിൽ 9 വരെ ഇൻക്ലൂഡഡ് ഉള്ളൂ. 10 എവിടെയാ? തൊട്ടപ്പുറത്തെ ക്ലാസ്സിലാണ്. അതാണ് ഇൻക്ലൂസീവ് മെത്തേഡ്. എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിവൻ data such a manner that upper limit of the previous class interval get repeated in the lower limit of next class interval. അതായത് ഒരെണ്ണത്തിന്റെ ക്ലാസ് ഇന്റർവെൽ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ക്ലാസ് ഇന്റർവെൽ അല്ല, അപ്പർ ലിമിറ്റ്. ഓക്കെ, അപ്പർ ലിമിറ്റ് എന്ത് ചെയ്യും? അടുത്തതിൽ റിപ്പീറ്റ് ചെയ്യും. നോക്കുക, 0 to 10, 10 to 20, 20 to 30. ഇവിടെ നോക്കിയേ, 0 to 10 കഴിഞ്ഞിട്ട് 10 തന്നെയാണ് എന്ത് ചെയ്യണേ? റിപ്പീറ്റ് ചെയ്യണത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 10 എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ വരുമോ? അതേപോലെ തന്നെ 10 to 20 വരുമോ? ഈ എ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുമോ? ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുമോ? 10 എന്ന് പറയുന്ന നമ്പർ ബി ക്ലാസ്സിലാണ് വരിക. ഓക്കെ, ഇവിടെ 0 to 10 എന്ന് പറഞ്ഞാലും അവിടെ എന്താ വരുന്നത്? 9 വരെ വരുള്ളൂ. 10 എന്ന് പറയുന്നത് എവിടെ വരുള്ളൂ? ബി ക്ലാസ്സിൽ വരുള്ളൂ. ഇതാണ് ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാറ്റഗറൈസ് ദ ഫോളോയിങ് ഇൻടു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഏജ്, ഹൈറ്റ്, അതൊക്കെ എന്താണ് നമുക്ക് നമ്പേഴ്സിൽ പറയാം അല്ലെ. എനിക്ക് ഇത്ര വയസ്സാണ്, എനിക്ക് ഇത്ര ഹൈറ്റ് ആണുള്ളത്, അങ്ങനെ പറയാൻ പറ്റും. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നാഷണാലിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ നാഷണാലിറ്റി എന്താ? ഇന്ത്യൻ ആണ് അല്ലെ. അത് നമുക്ക് നമ്പേഴ്സിൽ പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് എന്താ? നമുക്കിവിടെ ക്വാണ്ടിറ്റേറ്റീവിന് എ ആയിട്ടും ക്വാളിറ്റേറ്റീവിന് ബി ആയിട്ടും പറയാം കേട്ടോ. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ബി ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് എ ആയിട്ടും പറയാം. ഓക്കെ, ഇതിൽ നാഷണാലിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? ക്വാളിറ്റേറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാനിവിടെ ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നാഷണാലിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. വെയിറ്റ് എത്രയാ എന്റെ വെയിറ്റ് എന്നുള്ളത് എനിക്ക് നമ്പേഴ്സിൽ പറഞ്ഞൂടെ? അപ്പൊ അതെന്താ? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അപ്പൊ അതിന് ഞാൻ എന്ന് കൊടുത്തു. ഇനി ജെൻഡർ എന്ന് പറയുന്നത് അതെന്താ? അതും ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ,
നമുക്ക് നമ്പേഴ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ബി ആണ്. ഇൻകം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇൻകം നമുക്ക് നമ്പേഴ്സിൽ പറയാം അല്ലെ. അപ്പൊ അതെന്താ? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ബൈ ആൻ എക്സ്ക്ലൂസീവ് മെത്തേഡ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിലാ ചെയ്യേണ്ടത്? എക്സ്ക്ലൂസീവ് മെത്തേഡിലാണ്. ക്ലാസ് ഇന്റർവെൽ എത്ര ആയിരിക്കണം? 10 ആയിരിക്കണം. കേട്ടാൽ തന്നെ അറിയാം എന്താ നമ്മുടെ ഈ എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പത്തെ സ്ലൈഡിൽ കാണിച്ചു തരാം. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ 0 to 10, 10 to 20 അങ്ങനെയുള്ള സീരീസ് ആണ്. നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്ലാസ് ആയിരിക്കും വരിക? 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 അങ്ങനെയുള്ള ക്ലാസ് ആയിരിക്കും എവിടെ വരിക? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ചെയ്യുക? നമ്മള് ഇതേപോലെ ക്ലാസ് എഴുതുക. ഓക്കെ, അതിനുശേഷം ഓരോന്നും എടുത്തിട്ട് ആദ്യം നമ്മൾ കോളംസ് വരയ്ക്കുമ്പോ ആദ്യം ക്ലാസ്, ടാലി മാർക്ക്, പിന്നെ എന്ത് വേണം? ഫ്രീക്വൻസി വേണം. ക്ലാസ്, ടാലി മാർക്ക്, ഫ്രീക്വൻസി. ഓക്കെ, ക്ലാസ് നമ്മൾ ഓൾറെഡി ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ലോവസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. അപ്പൊ 3 ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് 0 to 10 ആണ്. ഇനി ലാസ്റ്റ് ലാർജ് വൺ ഏതാ? 45 ആണ് അല്ലെ. 45 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 50 വരെ എടുക്കണം. അപ്പൊ 45 ലാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 50 വെച്ച് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി 0 to 10, 10 to 20 ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഫസ്റ്റത്തെ നമ്പർ എത്രയാ? 12 ആണ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. 12 ഏത് ക്ലാസ്സിൽ വരും? 10 to 20 എന്ന് പറയുന്ന ക്ലാസ്സിൽ വരും. അപ്പൊ അവിടെ ഒരു ടാലി മാർക്ക് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ടിക്ക് ചെയ്ത് പൊക്കോട്ടാ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. നെക്സ്റ്റ് ഏതാ? 15 ആണ്. 15 ഏത് ക്ലാസ്സിൽ വരും? അതേ ക്ലാസ്സിൽ തന്നെ വരും അല്ലെ. 10 to 20 ആര് വരും? 15 വരും. 15 ടിക്ക് ചെയ്യുക. 20 ഏത് ക്ലാസ്സിലാണ് വരിക? 20 to 30 ലാണോ? സോറി, 10 to 20 ലാണോ? 20 to 30 ലാണോ? 20 to 30 ലാണ് ആര് വരിക? 20 വരുന്നത്. നെക്സ്റ്റ് 32 എവിടെയാ വരിക? 30 to 40 ലാണ്. അങ്ങനെ എന്ത് ചെയ്യുക? ടാലി മാർക്ക് കൊടുത്തിട്ട് അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യുക? അപ്പുറത്ത് എണ്ണി എഴുതി വെക്കുക, ടോട്ടൽ കാണുക. ഇത്രയേ ഉള്ളൂ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറഞ്ഞാല്. ഇനി മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ക്ലാസ്സിന്റെ മിഡ് പോയിന്റ് കാണാൻ സിമ്പിൾ അല്ലേ? ഇവിടെ ഒരു കോളം കൂടി കൊടുക്കുക. മിഡ് പോയിന്റ് 0 to 10, 10 to 20 മിഡ് പോയിന്റ് നമുക്ക് സിമ്പിൾ ആണ് അല്ലെ. 5, 15, 25, 35, 45 ഓൺവേർഡ്സ് എന്ത് പോവും? നമ്മുടെ മിഡ് പോയിന്റ്സ് പോവും. ഓക്കെ, വളരെ സിമ്പിളാ. ഇത് 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റും? 4 മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യം എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് ആക്കുക. ക്ലാസ്സിന്റെ ലെവൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? 0 to 10, 10 to 20, 20 to 30 അങ്ങനെ കൊടുക്കുക. അതേപോലെ തന്നെ ടാലി മാർക്ക് ഇടുക. ഓരോന്ന് എന്ത് ചെയ്യുക? ഏത് ക്ലാസ്സിലാണ് പെടാന്ന് നോക്കുക. അതുപോലെ തന്നെ എന്ത് കൊടുക്കുക? അതിന്റെ ഫ്രീക്വൻസി അപ്പുറത്ത് എഴുതുക. മിഡ് വാല്യൂ കാണുക. സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസിന്റെ പേരും ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ മെഷേഴ്സ്? അത് ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പറയാം. ഏതൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റത്തിനുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത്? ഒന്നാമത്തെയാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്. എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്. നമ്മൾ റെഗുലേറ്റഡ് മാർക്കറ്റുകൾ കൊണ്ടുവന്നു അല്ലെ. അതായത് ഇന്റർമീഡിയറ്റ്സിനൊക്കെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ റെഗുലേറ്റഡ് മാർക്കറ്റുകൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. അതേപോലെ എന്ത് ചെയ്തു? കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സിസ്റ്റം. ഇനി അതേപോലെ തന്നെ എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ് കൊണ്ടുവന്നു. അതേപോലെ എന്താണ്? ലോ റേറ്റ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തു. ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ അഗ്രികൾച്ചറൽ ലോൺ. ഇതൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സ്. ഇത് ഇത്രയും എഴുതിയാൽ പോരാ. ആദ്യം അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് എഴുതുക അല്ലെ. അതായത് ഒരു സാധനത്തിന്റെ പാക്കേജിങ്, ഗ്രേഡിങ്, എന്താണ്, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യവും ഒരു സാധനം അതിന്റെ എന്താണ് ഫാമിൽ നിന്ന് അതേപോലെ തന്നെ കൺസ്യൂമറിന്റെ കയ്യിലേക്ക് എത്തുന്ന എല്ലാ പ്രോസസ്സിനെയും ചേർത്ത് നമ്മൾ പറയുന്നതാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം. അതിന്റെ എന്താണ് മെഷേഴ്സ് ഇവിടെ എഴുതുക, അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുക. ഇത്രയുമാണ് മെഷേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഓൾട്ടർനേറ്റീവ് ചാനൽസ് ഇന്ത്യയിലുള്ളത് ഏതൊക്കെയാ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പനെ മാന്തി, ഹഡാസ്പർ മാന്തി അല്ലെ. അങ്ങനെ കുറെ നമ്മള് പഠിച്ചിട്ടുണ്ട്. ഒരു 4-5 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹഡാസ്പർ മാന്തി പഠിച്ചിട്ടുണ്ട്. റീതു ബസാർ പഠിച്ചിട്ടുണ്ട് അല്ലെ.
റേദു ബസാർ, ഉഴവർ സാന്തി, അങ്ങനെയൊക്കെ കുറെ ഓൾട്ടർനേറ്റീവ് ചാനൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഓൾട്ടർനേറ്റീവ് ചാനൽസിന്റെ പേരും എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് സെൻസസ് സർവേയും സാമ്പിൾ സർവേയും തമ്മിലുള്ള എക്സാമ്പിൾ ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോറി, ഡിഫറൻസ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സെൻസസ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 5 പേരാണെന്ന് വിചാരിക്കുക. ഞാനിവിടെ 5 ആൾക്കാരെ വരച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, 5 പേരാണ് നമ്മുടെ പോപ്പുലേഷൻ. 4 5ാമത്തെ മനുഷ്യനെയും വരച്ചു. ഓക്കെ, ഈ 5 പേരാണ് നമ്മുടെ പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ സെൻസസ് മെത്തേഡില് നമ്മൾ എന്ത് ചെയ്യും? ഈ 5 പേരോടും ക്വസ്റ്റ്യൻ ചോദിക്കും. പോയിട്ട് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ട് പോയി ഈ 5 പേരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സെൻസസ് മെത്തേഡ്. ഓക്കെ, സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 5 പേര് ആണ് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ 5 പേരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സെൻസസ് മെത്തേഡ്. എക്സാമ്പിൾ എന്താ? ഓരോ 10 വർഷവും എവരി 10 year സെൻസസ് സർവേ എവിടെ നടക്കും? സെൻസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എല്ലാ 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന സെൻസസ് സർവേ ആണ് എന്ത്? ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാ. ഇനി സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ തന്നെ ഞാൻ ഒരു 5 ആളെയും കൂടി വരയ്ക്കുകയാണ്. ഓക്കെ, 5 പേര്, കാലില്ല അല്ലെ, 5 പേരെ വരച്ചു. നോക്കു മക്കളെ, ഈ 5 പേരിൽ നിന്ന് സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എത്ര പേര് എടുക്കുള്ളൂ? 1 2 3 പേരോ 2 പേരോ ഞാൻ എടുക്കും. ഇവരാണ് എന്റെ സാമ്പിൾ എന്ന് പറയുന്നത്. ഇവരാണ് എന്റെ സാമ്പിൾ. ഈ 5 പേരിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സാമ്പിളിനെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള 3 പേരെയോ 2 പേരെയോ എനിക്ക് എന്ത് ചെയ്യാം? സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവരെ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യും. സാമ്പിൾ സർവേക്ക് നമുക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എഴുതാട്ടോ. ഒരു കോളേജിൽ പോയിട്ട് നമ്മൾ ഒരു ഫിലിം സ്റ്റാറിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാണ്, ഇന്ന കോളേജ് വേണ്ട, സ്കൂൾ പറയാം, ഇന്ന സ്കൂളില് കൊമേഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനോടുള്ള താല്പര്യം എന്താണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാരെയും എടുക്കില്ലല്ലോ, കുറച്ച് ആൾക്കാരെ മാത്രം എന്ത് ചെയ്യും? സെലക്ട് ചെയ്തിട്ട് എക്കണോമിക്സിൽ അവരുടെ മാർക്ക് നോക്കും, പഠിക്കാനുള്ള ഇഷ്ടം നോക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇലുസ്ട്രേറ്റ് ദ റോൾ ഓഫ് പ്രൈവറ്റൈസേഷൻ ഇൻ LPG പോളിസി. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോളിസീസില് പ്രൈവറ്റൈസേഷന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കുറച്ചുകൂടി ആർക്ക് കൊടുക്കുക? പ്രൈവറ്റ് സെക്ടറിന് കൂടി കൊടുക്കുക. അതിനെയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആദ്യം എന്ത് എഴുതണം? എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് എഴുതുക. ഓക്കെ, പ്രൈവറ്റൈസേഷൻ എന്താന്ന് എഴുതുക. അതേപോലെ തന്നെ എഴുതേണ്ടതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതായത് പബ്ലിക് സെക്ടറിന്റെ പേരിലുള്ള PSUന്റെ ഇക്വിറ്റി ഷെയർസ് ആർക്ക് കൊടുക്കുക? പ്രൈവറ്റ് സെക്ടറിന്, പ്രൈവറ്റിന് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കണേനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എയിംസ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കൂടി എഴുതണം അല്ലെ. അതായത് ഇംപ്രൂവിംഗ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് PSU ത്രൂ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അതേപോലെ മാനേജ്മെന്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കുറച്ചുകൂടി മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കുറെ പോയിന്റ്സ് നമ്മൾ എയിംസ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. അതുകൂടി എഴുതുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കണക്ട് ദ കോളം A വിത്ത് B. അതായത് 2 കോളം തമ്മിൽ എന്ത് ചെയ്യുക? ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ്. ഫസ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് പ്ലേസ്. പ്ലേസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യണേനെയാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലേസിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യണേനെ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ആണ് എന്നാണ് പറയണേ. നെക്സ്റ്റ് ആണ് a circle whose area is proportionally divided into വേരിയസ് കോമ്പണൻസ്. അതായത് ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ പാർട്സിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കണേനെ, ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ പാർട്സിനെ കുറെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കണേ നമ്മൾ എന്താ പറയാന്നാ ചോദിച്ചേക്കണേ. എന്താ പറയാ? പൈ ഡയഗ്രം ആണ് അല്ലെ. പൈ ഡയഗ്രം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് 2 dimensional ഡയഗ്രം. നമ്മൾ എപ്പോഴും പറയാനുള്ളതാണ്, 1 word ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 2 dimensional ഡയഗ്രം ഏതാണ്? ഹിസ്റ്റോഗ്രാം ആണ്. ഓക്കെ, ഹിസ്റ്റോഗ്രാം ആണ് എന്ത്?
2-dimension ഡയഗ്രാം, അതായത് ഹൈറ്റും വിഡ്ത്തും നമ്മൾ കൺസിഡർ ചെയ്യും. ലാസ്റ്റ് വൺ എന്താണ്? ഡാറ്റ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്, അതായത് നമ്പേഴ്സ് അല്ലാതെ എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് ക്വാളിറ്റീസ് ഒക്കെ വെച്ച് നോക്കണേനെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് elucidate the benefits of organic farming. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കൃഷി ചെയ്യുന്നതിനെയാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓർഗാനിക് ഫാമിംഗിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ. എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ ആണ്. എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ. പ്രകൃതിക്ക് എന്തുണ്ടാവുന്നില്ല? ദോഷകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഓർഗാനിക് ഫാമിംഗിൽ ഇല്ല. നല്ല എന്താണ് കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർഗാനിക് ഫാമിംഗിൽ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ എക്കോ ഫ്രണ്ട്ലി ആണ്, സസ്റ്റൈനബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലേബർ ഇന്റൻസീവ് അല്ലെ. ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? തൊഴിലാളികളെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താ? ലേബർ ഇന്റൻസീവ് ആണ്. കുറെ ആൾക്കാർക്ക് എന്ത് കൊടുക്കും? ജോലി കൊടുക്കും. ലേബർ ഇന്റൻസീവ് ആണ്. ഒരുപാട് ആൾക്കാർക്ക് എന്ത് കൊടുക്കും? തൊഴിലവസരങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്? ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവ് ആണ്. നെക്സ്റ്റ് ആണ് ഹ്യൂജ് എക്സ്പോർട്ട് വാല്യൂ. നമുക്ക് എന്തുണ്ട്? പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനൊക്കെ ഓർഗാനിക് ഫാമിംഗിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സിന് അവിടെ എന്താ? ഒരു ലാർജ് മാർക്കറ്റ് ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ടിലൂടെ ഒരു ഹ്യൂജ് റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഗാനിക് ഫാമിംഗിന്റെ ബെനിഫിറ്റ്സ് പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താണ്? നമുക്ക് ഡിസഡ്വാൻറ്റേജും പഠിച്ചിട്ടുണ്ട് അല്ലെ. പെട്ടെന്ന് കേടായി പോവും. അതേപോലെ ഫാമേഴ്സിന് അതിനെപ്പറ്റി ലെസ് അവയർനെസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഡിസഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർഗാനിക് ഫാമിംഗ് മാർക്ക് അനുസരിച്ച് എഴുതുക. ഓക്കെ, 3 മാർക്കിന്റെ ആണെങ്കിൽ നിങ്ങൾ ഒരു 4-5 പോയിന്റ്സ് എഴുതി വെച്ചു. ഓക്കെ, അതിൽ കൂടുതൽ ചോദിച്ചാൽ നമ്മൾ ഫുള്ള് പഠിച്ചിട്ടുള്ള അതിൽ കൂടുതൽ ബെനിഫിറ്റ്സ് മാത്രം എഴുതി ചോദിക്കില്ല. എന്ത് ചോദിക്കും? ഷോർട്ട് നോട്ട് ആണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് വെച്ചാൽ ഓർഗാനിക് ഫാമിംഗ് എന്താണെന്ന് എഴുതുക, ബെനിഫിറ്റ്സ് എഴുതുക, ഡിസഡ്വാൻറ്റേജസ് എഴുതുക. പഠിച്ച അത്രയും പോയിന്റ്സ് എഴുതണം കേട്ടോ. 5 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ എഴുതി വെക്കുക. എന്നാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇനി കൺവേർട്ട് ഇൻക്ലൂസീവ് സീരീസ് ഇൻടു എക്സ്ക്ലൂസീവ് സീരീസ്. ലോവർ ലിമിറ്റ് കാണുക. ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവ് ആക്കണത് എങ്ങനെയാ? അതായത് ഇപ്പൊ ഞാനിവിടെ എഴുതി കാണിക്കാം. 10 to 14, 15 to 19, 20 to 24, 25 to 29. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. ഇതില് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 0.5 മൈനസ് ചെയ്യുക. ഓക്കെ, 0.5 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 0.5 നിന്ന് 10 മൈനസ് ചെയ്യലായിട്ട് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? 10ൽ നിന്ന് 0.5 മൈനസ് ചെയ്യുക. അങ്ങനെ തന്നെ എഴുതി വെക്കാം. അതായത് ഈ എക്സ്ക്ലൂസീവിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ലോവർ ലിമിറ്റിൽ നിന്ന് ഞാൻ ഇവിടെ എഴുതി വെക്കാം. ലോവർ ലിമിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് 0.5. അപ്പൊ അപ്പർ ലിമിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റിൽ നിന്ന് പ്ലസ് 0.5. അപ്പർ ലിമിറ്റിൽ 0.5 ആഡ് ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് എങ്ങനെ വരും? 10 മൈനസ് 0.5. ഞാനിവിടെ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ആൻസർ മാത്രമാണ് ഇവിടെ എഴുതി വെക്കുന്നത്. നോക്കുക, 10ൽ നിന്ന് 0.5 മൈനസ് ചെയ്താൽ എത്രയാ? 9.5. അപ്പൊ ലോവർ ലിമിറ്റ് കിട്ടി. അപ്പർ ലിമിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? 0.5 കൂട്ടണം. അപ്പൊ 14.5. ഇനി ഇവിടെ എന്താ? 15 ആണ് ലോവർ ലിമിറ്റ് അല്ലെ. ലോവർ ലിമിറ്റിൽ നമ്മൾ 0.5 എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും? 14.5 മൈനസ് എന്ത് കിട്ടും? നെക്സ്റ്റ് അപ്പർ ലിമിറ്റ് 19.5 കിട്ടും. 19ന്റെ പ്ലസ് 0.5 ചെയ്യും. ഇനി 20 മൈനസ് 0.5 19.5 കിട്ടും. ഇനി അടുത്തത് 24.5 കിട്ടും. അങ്ങനെ 0.5 ലോവർ ലിമിറ്റിൽ നിന്ന് കുറച്ചും അപ്പർ ലിമിറ്റിൽ നിന്നും കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റാം. ലോവർ ലിമിറ്റ് കാണാൻ പറഞ്ഞാൽ എന്താ? ഇത് കാണുന്നതാണ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാം പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ 3 മാർക്കിനോ 4 മാർക്കിനോ കണ്ടു കഴിഞ്ഞാൽ ഓർത്തോ 3 മാർക്ക് 4 മാർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ പോലെയാണ്. ഓക്കെ, ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ് ഇൻ ഇന്ത്യ ഫോർ 1970 to 73. അനലൈസ് ദ ടേബിൾ. അനലൈസ് ദ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിളിലുള്ള കാര്യങ്ങളൊന്ന് പാരഗ്രാഫ് ആക്കി എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. നമുക്ക് ഇവിടെ പ്ലേസ് തന്നിട്ടുണ്ട്, വർക്ക് ഫോഴ്സ് മെയിൽ ഫീമെയിൽ ടോട്ടൽ തന്നിട്ടുണ്ട്, ഡാറ്റ തന്നിട്ടുണ്ട് അല്ലെ. റൂറൽ ഏരിയയിലുള്ള ആൾക്കാരുണ്ട്, അർബൻ ഏരിയ ഉണ്ട്. ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വിവരിച്ച് അങ്ങോട്ട് എഴുതുക.
അതായത് നമുക്ക് ഇങ്ങനെ ടേബിൾ തന്നിരിക്കുന്നത് വർക്ക് ഫോഴ്സിനെ പറ്റിയിട്ടാണ്. ഇവിടെ മെയിലും ഫീമെയിലും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അർബൻ ഏരിയയിൽ മെയിൽസും റൂറൽ ഏരിയയിലുള്ള ഫീമെയിൽസിനെ പറ്റിയിട്ട് ഒക്കെ നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നല്ല സെന്റൻസിൽ എഴുതി വെച്ച് ഒരു പാരഗ്രാഫ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പറ്റണം അത്രയും എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്കോ 4 മാർക്കോ ഷുവർ ആണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. വർക്ക് ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻസ് ആ മെയിൽ ആൻഡ് ഫീമെയിൽ. അതേപോലെ തന്നെ റൂറൽ ഏരിയയിൽ മെയിൽ 125 ആണ് ആസ് കമ്പയർ ടു എന്താ വുമൺസ് വളരെ കുറവാണ്, ഫീമെയിൽ വളരെ കുറവാ 69 ഉള്ളൂ. ഇനി റൂറൽ ഏരിയയിൽ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും കൂടി കൂട്ടിയിട്ട് എത്രയുള്ളൂ 194 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെച്ചാൽ മാത്രം മതി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല്. നെക്സ്റ്റ്, റൈറ്റ് എനി ടു ബെനിഫിറ്റ്സ് ഓഫ് ഔട്ട്സോഴ്സിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോ ലേബർ കോസ്റ്റ് ആണ്. ഇന്ത്യയിൽ ലേബർ കോസ്റ്റ് അഥവാ തൊഴിലാളികൾക്കുള്ള വേതനം എന്ന് പറയുന്നത് എന്താ, വളരെ കുറവാണ്. അപ്പൊ പുറത്തുള്ള കമ്പനീസ് നോക്കിക്കഴിഞ്ഞാല് എന്താ, ഇന്ത്യയിൽ ഔട്ട്സോഴ്സിങ്ങിനുള്ള സൗകര്യങ്ങൾ വളരെ കൂടുതലാണ് അല്ലെ. കുറച്ച് പൈസ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ എന്ത് ചെയ്യും, ഇന്ത്യനെ സെലക്ട് ചെയ്യും. ലോ ലേബർ കോസ്റ്റ്. നെക്സ്റ്റ് എന്താണ്, പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്. പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്. ഇന്ത്യയിലുള്ള ആൾക്കാർ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കുറച്ചുകൂടി എന്താ, നല്ല പരിജ്ഞാനമുള്ള ആൾക്കാരാണ്, നോളജ് ഉള്ള ആൾക്കാരാണെന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യും, കുറെ ആൾക്കാരെ ഔട്ട്സോഴ്സിങ്ങിനുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് സെലക്ട് ചെയ്യും. ലാസ്റ്റ് വൺ എന്താണ്, സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സ്. ഇന്ത്യയിൽ സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് വളരെ കൂടുതലാണ്. അതും എന്തിന് ഹെൽപ്പ് ചെയ്യും, ഈ പറയുന്ന ഔട്ട്സോഴ്സിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് ഔട്ട്സോഴ്സിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആൾക്കാരെ ഔട്ട്സോഴ്സ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ എക്കണോമിക് പോളിസി സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലേസ് എ വിറ്റൽ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് അവിടെ ചോദിച്ചേക്കണേ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗിൽ ഒരു വലിയ റോൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ആൻസർ എഴുതാനാണ്. അതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഹ്യൂജ് ഡാറ്റേനെ എന്ത് ചെയ്യുന്നു, വോളിമിനസ് ആയിട്ടുള്ള ഡാറ്റേനെ സിമ്പിൾ ആക്കുന്നു. അതേപോലെ എക്കണോമിക് പോളിസീസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. എക്സ്പോർട്ടും ഇമ്പോർട്ടും കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ നോട്ടിൽ എഴുതി വെച്ചിട്ടുള്ള പോയിന്റ്സ് എഴുതുക. നെക്സ്റ്റ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. രവി ഈസ് ഗോയിങ് ടു സ്കൂൾ, യു വിൽ ഫൈൻഡ് ഹിം വർക്കിംഗ് ഓൺ ഹിസ് ഫാം വെൻ ഹി ഈസ് നോട്ട് ഇൻ സ്കൂൾ, കാൻ യു കൺസിഡർ ഹിം എ വർക്കർ. അതായത് ഈ രവി എന്ന് പറയുന്നത് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ്. അയാളെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് സ്കൂളിൽ പോവാത്ത ബാക്കിയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു വർക്കറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പറ്റും. ബിക്കോസ് എന്താണ്, ഹി കോൺട്രിബ്യൂട്ടിംഗ് ഇൻടു GDP. എക്കണോമിക് ആക്ടിവിറ്റിയിൽ ചെയ്യുന്നവരെല്ലാം എന്ത് ചെയ്യുക, GDP യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. Therefore എന്താണ്, ഹീസ് അല്ലെങ്കിൽ ഹി വാസ് എ വർക്കർ ആണ്. അയാളൊരു എന്താണ്, ഒരു വർക്കർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. 2 മാർക്കിന്റെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതേപോലെ തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ്. ഫസ്റ്റ് എന്താ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് അറിയാന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ. ഇത്രയാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇത്രയാണ് എന്ത്, സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഓൾ ദ എക്കണോമിക് പ്ലാനിംഗ് ഹാസ് ഫോർമുലേറ്റഡ് ത്രൂ 5-year plan. വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5-year plans in India? ഇന്ത്യയിലെ 5-year പ്ലാൻസിന്റെ ഗോൾസ് എന്തൊക്കെയാണ്? ഗ്രോത്ത്, മോഡേണൈസേഷൻ, ഇക്വിറ്റി, സെൽഫ് റിലയൻസ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാല് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അതായത് എന്താ, ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് എന്ത് ചെയ്യുക, ഈ 4 പോയിന്റ്സ് എഴുതുക. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എഴുതുക. ഇനി ഗ്രീൻ റെവല്യൂഷനെ പറ്റി ഷോർട്ട് നോട്ട്. ഗ്രീൻ റെവല്യൂഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതണം. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതായത് എന്താണ്, ഫാമേഴ്സിന് കുറച്ച് ബെനിഫിറ്റ് ആയി, ഹൈ yield വെറൈറ്റി സീഡ്സ് കൊടുത്തു അല്ലെ. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഫാമേഴ്സ് തമ്മിലുള്ള റിച്ച് ഫാമേഴ്സ് തമ്മിലും അതേപോലെ തന്നെ സ്മോൾ ഫാമേഴ്സ് തമ്മിലുള്ള ഡിസ്പാരിറ്റി കൂട്ടി. അതേപോലെ തന്നെ എന്താണ്, കുറെ നമുക്ക്
ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഹൈ yield വെറൈറ്റി സീഡ്സിൽ എന്തുണ്ടായി? ഒരുപാട് ടെസ്റ്റ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അങ്ങനെ നമ്മൾ ഡിസഡ്വാൻറ്റേജസും എഴുതി വെക്കുക, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താവും? ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റവല്യൂഷന്റെ ആൻസർ കിട്ടും. നെക്സ്റ്റ് ആണ് സാമ്പിളും പോപ്പുലേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. പോപ്പുലേഷനും സാമ്പിൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ എടുക്കാൻ പോകുന്ന സർവേക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന ആ ഒരു മൊത്തം ഏരിയനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷനിലെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോപ്പുലേഷനിലെ എല്ലാ ആൾക്കാർക്കും, ഓക്കെ, പോപ്പുലേഷൻ 50 ആണെങ്കിൽ ഈ 50 പേർക്കും സാമ്പിളിൽ പെടാനുള്ള ചാൻസ് കിട്ടുന്നതാണ് റാൻഡം സാമ്പിളിംഗ്. നോൺ റാൻഡം സാമ്പിളിംഗ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പോപ്പുലേഷനിലെ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? സാമ്പിളിൽ പെടാനായിട്ട് പറ്റില്ല. ഇനി പൈ ചാർട്ട് വരയ്ക്കുക. പൈ ചാർട്ട് വരയ്ക്കുമ്പോ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെയാണ് തന്നേക്കണം, ഇവിടെ പെർസെന്റേജിലല്ല അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യുക? പെർസെന്റേജിലേക്ക് ആക്കുക. ഇവിടെ എനിക്ക് അസ്യൂം ചെയ്യുന്നത് 18,940 ആണ് നമ്മുടെ ടോട്ടൽ എന്ന് വിചാരിക്കുക. തന്നിരിക്കുന്ന ഡാറ്റയെ ആദ്യം എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ഓക്കെ, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോന്നിന്റെയും പെർസെന്റേജ് കണ്ടുപിടിക്കുക. 9,500 ഒരെണ്ണം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. 9,500 ഡിവൈഡ് ബൈ 18,940 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു നമ്പർ കിട്ടും അല്ലെ. അതാണ് അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്. ഇൻറ്റു 3.6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ പൈ ഡയഗ്രാം വരയ്ക്കാനുള്ള അതിന്റെ ആംഗിൾ കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്കൊരു റൗണ്ട് വരച്ചിട്ട് അതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പൈ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട് വരയ്ക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏരിയാസ് ഓഫ് അഗ്രികൾച്ചർ ഡൈവേഴ്സിഫിക്കേഷൻ. അഗ്രികൾച്ചർ ഡൈവേഴ്സിഫിക്കേഷൻ 3 ഏരിയാസിലേക്ക് ഉണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ ഇൻടു ക്രോപ്സ് ഉണ്ട്. അതായത് ഉള്ള ക്രോപ്സ് അല്ല, അതിപ്പോ നെൽകൃഷി ചെയ്യുന്ന ഒരാള് വെജിറ്റബിൾസ് കൂടി കൃഷി ചെയ്യുക. ഇനി അതേപോലെ തന്നെ എന്താ? അലൈഡ് ആക്ടിവിറ്റീസ്, കൃഷി അല്ലാതെ മറ്റ് അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, ഈ പോൾട്രി ഫാമിങ്, അതേപോലെ തന്നെ ഫിഷിങ്, അങ്ങനെയൊക്കെയുള്ള ബാക്കിയുള്ള ഏരിയാസിലേക്ക് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക അലൈഡ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് അലൈഡ് ആക്ടിവിറ്റീസ്. ലാസ്റ്റ് വൺ എന്താണ്? നോൺ ഫാം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കൃഷി അല്ലാതെ മറ്റ് എന്ത് ചെയ്യുക? ഓപ്പർച്യൂണിറ്റീസിലേക്ക് മാറുക. അതാണ് 3 ഡൈവേഴ്സിഫിക്കേഷൻ. ഇനി അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള എന്താണ്? സ്റ്റാഗ്നേഷൻ, അതായത് ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ ഗ്രീൻ റവല്യൂഷൻ പഠിച്ചിട്ടുണ്ട്, ലാൻഡ് റിഫോംസ് പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതിയാലാണ് ഈ 5 മാർക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള 3 മാർക്ക് അഗ്രികൾച്ചർ സബ്സിഡിനെ പറ്റി, നമ്മൾ ഫാമേഴ്സിന് സബ്സിഡി കൊടുക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് എന്ത് ചെയ്യുന്നു? പുവർ ഫാമേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കുറെ ഫാമേഴ്സിനെ കൃഷിയിലേക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട് സബ്സിഡി കാരണം. അങ്ങനെയൊക്കെയുള്ള കുറെ പോയിന്റ്സ് നമ്മൾ ഫേവർ ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും പഠിച്ചിട്ടുണ്ട്. ഈ ഫേവർ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അത് 4 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം എഴുതി വെക്കുക. നമുക്ക് ആ 3 മാർക്ക് അവിടെ ഷുവർ ആണ്. 8 മാർക്കിന്റെ ഇടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. നമുക്ക് എവിടെ നിന്നൊക്കെയാ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുക? പ്രൈമറി ഡാറ്റ നമ്മൾ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യുന്നതാണ് അല്ലെ. ഈ സെക്കൻഡറി ഡാറ്റ നമുക്ക് ബുക്സിൽ നിന്ന് കളക്ട് ചെയ്യാം, ജേർണൽസിൽ നിന്ന് കളക്ട് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഇനി കളക്ട് ചെയ്യുന്ന ഏജൻസീസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ബി ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, NSSO. അതേപോലെ തന്നെ എന്താ? CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഓർഗനൈസേഷന്റെ പേര് പഠിച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡാറ്റ കളക്ഷന് വേണ്ടിയുള്ള ഏജൻസീസിന്റെ പേരായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എറേഴ്സ് ഇൻ കളക്ടിങ് ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ എറേഴ്സ് വരാം? കുറെ എറേഴ്സ് വരാം അല്ലെ. സാമ്പിളിംഗ് എറേഴ്സ് വരാം, നോൺ സാമ്പിളിംഗ് എറേഴ്സ് വരാം. സാമ്പിളിംഗ് എറേഴ്സ് എന്തൊക്കെയാണ്? സാമ്പിൾ എടുക്കുമ്പോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? പോയിട്ട് ഒരു 100 പേരിൽ നിന്ന് 10 വരെ സാമ്പിൾ എടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ സാമ്പിൾ ചിലപ്പോ പോപ്പുലേഷനുമായി ബന്ധമുള്ള ആൾക്കാരായിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യാം? എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് സാമ്പിളിംഗ് എറേഴ്സ്. എന്താണ്? സാമ്പിളിംഗ് എറേഴ്സ്. നെക്സ്റ്റ് ആണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് എറേഴ്സ് പോലെ സിമ്പിൾ അല്ല. എന്ത് ചെയ്യാണ്? നമുക്ക് ബയാസ് ഇൻ സാമ്പിളിംഗ് ആണ്. അതായത് എന്ത് ചെയ്യുക? നോൺ റെസ്പോൺസ് പ്രോപ്പർ ആയിട്ട് തരാതിരിക്കുക. അതേപോലെ തന്നെ എന്താണ്? നമുക്ക് റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് അവര് ആബ്സെന്റ് ആവുക അല്ലെങ്കിൽ വരാതിരിക്കുക. അതൊക്കെയാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്താ? കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളവയാണ്. സാമ്പിളിംഗ് എറേഴ്സ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മിനിമൈസ് ചെയ്യാൻ പറ്റില്ല. ഈ സാമ്പിളിംഗ് എറേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാർജ് സാമ്പിൾ എടുത്തുകൊണ്ട് ഇപ്പൊ 100 പേരാണ് പോപ്പുലേഷൻ
ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 75 പേരെ നമ്മൾ സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാമ്പിളിംഗ് എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ആണ് സ്റ്റാഗ്നേഷൻ. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ എക്സാമിനും പഠിച്ചതാണ്. ഏതൊക്കെയാണ്? എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, അതേപോലെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതേപോലെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ കുറെ പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് സ്റ്റാഗ്നേഷന്റെ റീസൺസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. ആദ്യം തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കുക, എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഉജീവ് അതേപോലെ പൈ ഡയഗ്രം ഒക്കെ നന്നായിട്ട് വരച്ചു പഠിക്കുക. മീൻ മീഡിയൻ മോഡ് അതേപോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. തിയറി ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. ഫസ്റ്റ് പാർട്ട് വിട്ട് കളയരുത്, ഫസ്റ്റ് പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.